ഹലോ ഗായ്സ്, ക്രാഫ്റ്റ്സ് ആൻഡ് ടെക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്ലോക്കിലൊക്കെ ചെയ്യാൻ പറ്റിയ ചെറിയൊരു പരീക്ഷണമായിട്ടാണ്. ചെറിയൊരു സർക്യൂട്ട് കൊണ്ട് തന്നെ ക്ലോക്കിനെ എങ്ങനെ റീചാർജബിൾ ആക്കാന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിൽ കിട്ടാലോ ഫ്രണ്ട്സ്. അപ്പം നമുക്ക് ആദ്യം ആവശ്യമുള്ളത് ഇതേപോലെ ഒരു റീചാർജബിൾ ബാറ്ററിയാണ്. അപ്പോൾ ഈ ബാറ്ററി തന്നെ വേണമെന്നില്ല, സാധാരണ നമ്മൾ ഒഴിവാക്കിയ പഴയ മൊബൈൽ ഫോണിന്റെ ബാറ്ററിയോ ഇല്ലെങ്കിൽ പഴയ എമർജൻസി ലാമ്പുകളുടെ ബാറ്ററിയൊക്കെ യൂസ് ചെയ്യാം. ഇപ്പൊ ഞാനിപ്പോ യൂസ് ചെയ്യുന്നത് ഇതേപോലൊരു പഴയ ലാപ്ടോപ്പ് ബാറ്ററിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ആവശ്യമുള്ളത് BC547 ട്രാൻസിസ്റ്ററാണ്, 2 10K റെസിസ്റ്റർ, ഒരു ചെറിയൊരു LED, ഒരു 1N4007 എന്ന ഒരു ഡയോഡ്. അപ്പോൾ നമുക്ക് മേക്കിങ്ങിലോട്ട് പോകാം. ആദ്യം ഈ BC547 എന്ന ട്രാൻസിസ്റ്ററിൽ 3 പിന്നാണുള്ളത്. ഇത് ഫസ്റ്റത്തെ കളക്ടർ, രണ്ടാമത്തത് ബേസ്, മൂന്നാമത്തത് എമിറ്റർ. അടുത്തതായിട്ട് നമുക്ക് 10K റെസിസ്റ്ററിൻ്റെ ഒരു ലെഗ് ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലോട്ടും ഒരു ലെഗ് ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലോട്ടും ഒന്ന് സോൾഡർ ചെയ്തെടുക്കാം. അടുത്തതായിട്ട് അടുത്ത 10K റെസിസ്റ്റർ എടുത്ത് നമുക്ക് ഈ ബേസിൽ തന്നെ അതും കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നമ്മൾ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ ബാറ്ററിയുടെ പോസിറ്റീവ് വയർ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ പിന്നിലോട്ട് സോൾഡർ ചെയ്യണം. അടുത്തതായിട്ട് ബാറ്ററിയുടെ നെഗറ്റീവ് വയർ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ 10K റെസിസ്റ്ററിൻ്റെ ആ ലെഗിലോട്ട് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഈ സർക്യൂട്ട് ഇപ്പോൾ നമ്മൾ നിർമ്മിച്ചെന്ന് പറഞ്ഞാൽ ക്ലോക്കിലോട്ട് കൊടുക്കേണ്ടത് 1.5 വോൾട്ടേജ് ആണ്. ബാറ്ററിയിൽ നിന്ന് വരുന്നത് 3.7 വോൾട്ടേജ്. അപ്പം അതൊന്ന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സർക്യൂട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി മൾട്ടിമീറ്റർ വെച്ച് ഇതിൻ്റെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം ബാറ്ററിയുടെ വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാം. ബാറ്ററി ഫുൾ ചാർജ് ഉണ്ട്, അതുകൊണ്ട് 3.7 വോൾട്ടേജും കാണിക്കുന്നുണ്ട്. ഇനി ഔട്ട്പുട്ട് നോക്കാം. കറക്റ്റ് 1.5 വോൾട്ടേജ് കിട്ടുന്നുണ്ട്. നമുക്കടുത്ത് ഈ ബാറ്ററിയിൽ ചാർജ് ചെയ്യുന്ന ഒരു സർക്യൂട്ടോട് നിർമ്മിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ട് വേണ്ടത് ഒരു ചാർജിങ് ചെയ്യുന്ന ഫീമെയിൽ പോർട്ടാണ് വേണ്ടത്. അടുത്തതായിട്ട് ഈ ഡയോഡിൻ്റെ വരയില്ലാത്ത ഭാഗം പോർട്ടിൻ്റെ പോസിറ്റീവിലോട്ട് കണക്ട് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മൾ ഡയോഡ് സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ചാർജ് ചെയ്യുമ്പോൾ അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു LED വേണം. LED-യുടെ നെഗറ്റീവും പോസിറ്റീവും മാറിപ്പോവാത്ത വിധത്തിൽ ആ പോർട്ട് തന്നെ സോൾഡർ ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് ഇതിലോട്ട് 2 വയർ ഘടിപ്പിക്കണം. അതിനായിട്ട് പോർട്ടിൻ്റെ നെഗറ്റീവിലോട്ട് ഒരു വയറും ഒരു വയർ ഡയോഡിൻ്റെ വരയുള്ള ഭാഗത്തോട്ടും സോൾഡർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ അടുത്തായിട്ട് നമുക്ക് ക്ലോക്കിൻ്റെ ബാക്ക് വശത്താണ് ബാക്കി സെറ്റിങ്സ് വരുന്നത്. ബാറ്ററി ഇടുന്ന ഈ 2 സ്ഥലത്തായിട്ട് നമുക്ക് കുറച്ചൊന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കാം. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് സോൾഡർ ചെയ്ത് കിട്ടാനായിട്ടാണ്. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് അടുത്തായിട്ട് ഇതിൽ വയർ സോൾഡർ ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നെഗറ്റീവ് സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ആ പോസിറ്റീവിലും കൂടെ ഒരു വയർ സോൾഡർ ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഈ ക്ലോക്കിൽ നിന്ന് എടുത്ത നെഗറ്റീവ് ബാറ്ററിയുടെ നെഗറ്റീവിൻ്റെ കൂടെ തന്നെ ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം.
അടുത്തായിട്ട് ഇതിൻ്റെ ഈ ക്ലോക്കിലുള്ള പോസിറ്റീവ് നമുക്ക് ഈ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലോട്ട് സോൾഡർ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ബാക്കിയെല്ലാം കഴിഞ്ഞു. ഇനി ഇതിലോട്ട് ബാറ്ററി ചാർജ് ചെയ്യുന്ന സർക്യൂട്ട് കൂടെ കൊടുക്കാറുണ്ട്. അടുത്തായിട്ട് നമ്മൾ പോർട്ടിൽ നിന്ന് വരുന്ന നെഗറ്റീവ് ബാറ്ററിയുടെ നെഗറ്റീവിൽ തന്നെ സോൾഡർ ചെയ്യാം. അടുത്തായിട്ട് ആ പോസിറ്റീവ് ബാറ്ററിയുടെ പോസിറ്റീവിലോട്ടും കണക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മളെ ഏകദേശം പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ചെയ്ത് വെച്ച സർക്യൂട്ടും ബാറ്ററിയും എല്ലാം നമുക്ക് ഓരോ സ്ഥലത്തായിട്ടും ഒട്ടിച്ചും കൂടെ കൊടുക്കണം. ഈ ബാറ്ററിയൊക്കെ ഒട്ടിക്കാനായിട്ട് ഒരു ഡബിൾ സൈഡ് ടേപ്പാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണോ അങ്ങനെ എന്തായാലും യൂസ് ചെയ്യുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് ആ ചാർജിങ് പോർട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഓരോ ക്ലോക്കും ഓരോ മോഡലാണ്, അപ്പം അത് കണക്കാക്കി ചാർജിങ് സൗകര്യത്തിനനുസരിച്ച് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മളെ വർക്ക് മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ചാർജ് ചെയ്യുന്ന എങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ചാർജ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് വീട്ടിൽ ടോർച്ച് ചാർജ് ചെയ്യുന്ന ചാർജർ കൊണ്ടാണ്. അപ്പോൾ 3.7 വോൾട്ട് ബാറ്ററിക്ക് മാക്സിമം 4.2 വോൾട്ടാണ് നമ്മൾ ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ അത് കൂടുതൽ വോൾട്ടായി കഴിഞ്ഞാൽ ബാറ്ററിക്ക് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. ഫ്രണ്ട്സ്, ഇപ്പോൾ കാണാം സാധാരണ പോലെ തന്നെ ക്ലോക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനിയും കൂടുതൽ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.